കൈലാസത്തിലെ ശാന്തമായ ഒരു വൈകുന്നേരം ഭഗവാൻ ശിവന്റെ പാദസേവ ചെയ്തുകൊണ്ട് നന്ദി ഇരിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മഹാദേവ ഭക്തർ ആരൊക്കെയാകുമെന്ന് നന്ദി കൗതുകത്തോടെ ചിന്തിച്ചു. നന്ദി മനസ്സിലാലോചിച്ച ഈ കാര്യം മനസ്സിലാക്കിയ മഹാദേവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. നന്ദി, ഞാൻ ഒരാളെ നിനക്ക് കാട്ടിത്തരാം. അയാൾ എന്റെ കടുത്ത ഭക്തനാണ്. അവർ രണ്ടുപേരും ഭൂമിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അവിടെ ഒരു കർഷകൻ തന്റെ പാടത്ത് കഠിനമായി പണിയെടുക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അയാൾ ഭഗവാനെ വണങ്ങി. പിന്നീട് ദിവസം മുഴുവൻ വെയിലത്ത് പഴുത്ത് മണ്ണിൽ അധ്വാനിച്ചു. വൈകുന്നേരം ദീപം കൊളുത്തിയപ്പോഴും അയാൾ ഭഗവാനെ സ്മരിച്ചു. ഇതു കണ്ട നന്ദി ചോദിച്ചു, പ്രഭു, ഈ കർഷകൻ തന്റെ ജോലിക്കിടയിൽ അങ്ങയെ അധികമൊന്നും സ്മരിക്കുന്നില്ലല്ലോ. എന്നാൽ കൈലാസത്തിൽ ഞാൻ അങ്ങയെ എപ്പോഴും സ്മരിക്കുകയാണ്. മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് നന്ദിയെ നോക്കി പറഞ്ഞു, നന്ദി, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അതിൽ സംശയമില്ല. എന്നാൽ നിനക്കൊരു ചെറിയ പരീക്ഷണം ഞാൻ നൽകാം. ഈ സ്വർണ്ണ പാത്രത്തിൽ നിറയെ പാലുണ്ട്. ഒരു തുള്ളി പോലും കളയാതെ നീ ഈ മലയൊന്ന് ചുറ്റി വരൂ. നന്ദി അതീവ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ആ പാത്രം കയ്യിലേന്തി മല ചുറ്റി വന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ നന്ദി സന്തോഷവാനായിരുന്നു. കാരണം ഒരു തുള്ളി പാല് പോലും താഴെ പോയിരുന്നില്ല. അപ്പോൾ മഹാദേവൻ ചോദിച്ചു, നന്ദി, നീ ആ യാത്രക്കിടയിൽ എത്ര തവണ എന്നെ സ്മരിച്ചു? നന്ദി വിനയത്തോടെ പറഞ്ഞു, പ്രഭു, അങ്ങ് തന്ന ഈ ദൗത്യം തെറ്റാതെ പൂർത്തിയാക്കാൻ ഞാൻ എന്റെ മുഴുവൻ ശ്രദ്ധയും ആ പാത്രത്തിൽ തന്നെ വെച്ചു. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് അങ്ങയെ സ്മരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദി, നീ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഏൽപ്പിച്ച ജോലി തെറ്റാതെ ചെയ്യുക എന്നതും ഭക്തിയാണ്. ആ കർഷകനും ചെയ്യുന്നത് അതുതന്നെയാണ്. വിശക്കുന്നവർക്ക് അന്നം നൽകാൻ വേണ്ടി അവൻ തന്റെ ജോലിയിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു. ആ അധ്വാനത്തിനിടയിലും അവൻ എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ അതവന്റെ ഹൃദയത്തിലെ അചഞ്ചലമായ എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. നീ എന്റെ കൂടെ ഇരുന്ന് എന്നെ സ്മരിക്കുന്നു. അവൻ തന്റെ കർമ്മത്തിലൂടെ എന്നെ സ്മരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ. നന്ദിക്ക് കാര്യം ബോധ്യമായി. ഭക്തി എന്നത് വെറും മന്ത്രജപം മാത്രമല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഭഗവാനുള്ള സമർപ്പണമായി കാണുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് നന്ദി തിരിച്ചറിഞ്ഞു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈനംദിന ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ആരാധന. ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴും മനസ്സിൽ ഈശ്വര ചിന്തയുണ്ടെങ്കിൽ അതാണ് ശ്രേഷ്ഠമായ ഭക്തി. നന്ദിയുടെയും മഹാദേവന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.